ഇപ്പൊ ഞങ്ങളൊക്കെ ക്ഷീണിക്കുന്നത് ഫുഡ് കൺട്രോൾ കാരണമല്ല, മെന്റൽ സ്ട്രെസ്. അതൊരു കുക്കറാണ്. റെനയായിട്ട് ആക്ച്വലി എന്താണ് പ്രശ്നം? റെനയുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തന്നെ നമ്മൾ റെനയായിട്ട് ഫസ്റ്റ് വീക്കിൽ പ്രൊവക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അവസാനം ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ റെന മോള് എന്നെ തന്നെ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും കാണുന്നില്ല. ഞാനൊരു റെനയായിട്ടുള്ള നല്ല കാര്യങ്ങൾ കാണുന്നില്ല, ഉള്ളി നെഗറ്റീവ് മാത്രം കാണുന്നുള്ളൂ. പുറം ലോകമായിട്ടുള്ള നമ്മുടെ ഏക കണക്ഷനാണ് ആ പാട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഓർമ്മകൾ വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാരുടെ മുഖമൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നല്ലോ, അത് ശരിക്കും ഹൗസിനുള്ളിൽ നിന്ന് തന്നെ ശരിക്കും അതേന്ന് ഓവർകം ചെയ്തിരുന്നു. അത് ബ്രേക്ക് ഡൗൺ അല്ല. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എങ്ങനെ പറയും? കരയുന്നത് ബ്രേക്ക് ഡൗൺ ആണോ? അങ്ങനെയല്ല, ഒരിക്കലല്ല. ആണുങ്ങൾ കരയാൻ പാടില്ലേ? ഔട്ട്സൈഡ് ഓഫ് ബിഗ് ബോസ് ഒരു കേസ്, ഒരു ഡിഫമേഷൻ കൊടുക്കണമെങ്കിൽ അത് ലക്ഷ്മിക്കാണ്. കാരണം അവൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. സർഫസ് ലെവൽ നോളജ് വെച്ചിട്ട് കളിക്കുന്ന ഒരു വൃത്തികെട്ട ചീപ്പ് ഗെയിം ഉണ്ടല്ലോ, ഡേർട്ടി ഗെയിം, അതിന്റെ അക്കൗണ്ടബിലിറ്റി. നമ്മളെല്ലാത്തിനും അക്കൗണ്ടബിൾ ആയിരിക്കണം. ലാലേട്ടൻ എനിക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു, ലാലേട്ടൻ എന്റെ സാൻഡ്വിച്ച് കഴിക്കണോ. ഡെഫിനറ്റ്ലി അത് ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. അഖിൽ മാരാറിന്റെ സീസണിൽ അഖിൽ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വിന്നർ ആണെന്നുള്ളത് എല്ലാവരും കൂടി തീരുമാനിച്ചു. എങ്ങനെ തീരുമാനിച്ചു? മനസ്സിലാകുമല്ലോ. എക്സാക്ട്ലി. അപ്പൊ അതാണ് മൈൻഡ് ഗെയിമർ.